നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി ഭരണി കാർത്തികക്കാല് ഉൾപ്പെടുന്നതാണ് മേടൻ രാശി. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ്. പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലോ അതല്ലെങ്കിൽ വാഹന ഫീൽഡിലോ ടൂർ ആൻഡ് ട്രാവൽസ് എന്നുള്ള രീതിയിലോ റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ ഒക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നു. അത് തനിയെ വേണോ അതോ മറ്റാരെങ്കിലും ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ചെയ്യണോ എന്നുള്ളത് നമ്മുടെ താല്പര്യം. അതോടൊപ്പം തന്നെ ബിൽഡേഴ്സിന് വീട് വെച്ച് കൊടുക്കുക, ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള മേഖലയിലേക്ക് താല്പര്യപ്പെടുന്നവർക്കും ഈ വർഷം വളരെ വിജയകരമായിട്ട് കാര്യങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില ഭാഗത്തു നിന്ന് നമുക്ക് ഹെൽപ്പുകൾ, സഹായങ്ങൾ കിട്ടാനുള്ള യോഗം ഉണ്ടെന്നുള്ളതാണ് സത്യം. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത നമ്മുടെ ശ്രമവും കൂടി ഉണ്ടെങ്കിൽ അനുകൂലമാണ്. വീട്ടുവീഴ്ചയും നമ്മുടെ ശ്രമവും വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വ്യവഹാരങ്ങൾ, കോടതി നടപടിയിൽ കിടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡിവോഴ്സ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇതൊക്കെ പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക്, ഒത്തുതീർപ്പിലേക്ക് വരാൻ, അത് കോടതി നടപടി കൂടുതൽ നീണ്ടുപോകാതെ അനുകൂലമാക്കിയെടുക്കാനും അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും അല്ലെങ്കിൽ വേറെ പുതിയ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ദൈവാധീനം ഈ രാശിക്കാർക്ക് അനുകൂലമാണ്. ചുരുക്കം കോടതിയിൽ കൂടി പരിഹരിക്കാത്ത കാര്യങ്ങൾ ഒരു വീട്ടുവീഴ്ചയോടുകൂടി ഒരു പുറത്തു വെച്ചൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാൻ നമ്മൾ ശ്രമിച്ചാൽ അനുകൂലമാണെന്നുള്ളതാണ് ഇതിന് പൊരുൾ. ഇവിടെ ഐക്യമത്യ സൂക്താർച്ചന ചെയ്യുന്നത് ഉചിതം. സംവാദ സൂക്താർച്ചന എന്നും പറയും. അത് ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്പീഡപ്പായി വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉദരസംബന്ധമായിട്ടുള്ള രോഗാദി ദുരിത ലക്ഷണങ്ങൾ നിരന്തരം നമ്മളെ വലയ്ക്കുന്നുണ്ടെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് തിരിയുന്നതായിരിക്കും ഉചിതം. ദഹനത്തിൻ്റെ പ്രശ്നം, അൾസറിൻ്റെ, സ്റ്റോണിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് നീട്ടിവെക്കുന്നത്, സഹിച്ച് മുന്നോട്ട് പോകുന്നത് അത്ര ഗുണകരമല്ല. മകയിരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ, അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അധിക ചെലവുകൾ നമ്മളെ വലയ്ക്കുമെന്നുള്ളത് സത്യമാണ്. പലരുടെയും ധാരണ നമ്മുടെ ഉണ്ട്, നിറയെ സാമ്പത്തിക ഭദ്രതയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. നമ്മുടെ അവസ്ഥ നോക്കിയറിയാം. വരുന്നു ചിലവ്. അപ്പോൾ ഇവിടെ മഹാലക്ഷ്മി സാന്നിധ്യം കുറച്ചുകൂടെ ഉറയ്ക്കണം. കിട്ടാനുള്ള സാമ്പത്തികം കിട്ടണം. തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. വേറെ ഓപ്പർച്യൂണിറ്റി തേടണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യം വന്നുകൂടായില്ല. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വക വെല്ലുവിളികൾ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റ് വല്ല ഓപ്പർച്യൂണിറ്റിയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തേടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇവിടെ നമുക്ക് ദൈവാധീനത്താൽ മറ്റ് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരാതെ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നെയ്ദീപം തെളിയിക്കുന്നത് ഉചിതമായിട്ടുള്ള അനുഗ്രഹം, ഈശ്വര കടാക്ഷം. അഷ്ടലക്ഷ്മി ചക്രം. പുണർദത്തിൽ കാൽപൂയം ആയില്യം കർക്കടക രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്.
ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളെ വരയ്ക്കുന്നുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ കുടുംബത്തെ. അപ്പോൾ ഓരോ മേഖലയിലും പഠിക്കുന്നവരെ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്താന ഭാഗ്യം, ഇങ്ങനെ ഓരോ മേഖലയിലും ഈ ശത്രുദോഷത്തിൻ്റെ നെഗറ്റീവ് കൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരന്തരം നമ്മളെ വരയ്ക്കും. അപ്പോൾ ഇത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടേതല്ലാത്ത കാര്യകാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. സമയദോഷം അതിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ശനിയുടെ, രാഹുവിൻ്റെ മൗഢ്യബന്ധനങ്ങൾ, ദൃഷ്ടിബന്ധനങ്ങൾ ഒക്കെ കാരണം. അപ്പം ഇവിടെ ഒരു വഴിയാണ് കൂടുതലും നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നമ്മളെ നെഗറ്റീവ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ശാസ്താവിനെ നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്. അഷ്ടനീരാഞ്ജനം, 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം ഗൃഹത്തിലെ ശ്രീ രാജരാജേശ്വരി കവചിത മന്ത്രം സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയം. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുടുംബ പരദേവതയെ യഥാവിധി സമർപ്പിച്ച് ഉപചാര സമർപ്പണം ചെയ്ത് നിവേദ്യാദികൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തണം. കുടുംബ പരദേവത എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം ചലിക്കുന്ന നിഴലെന്നുള്ളതാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മറന്ന് മുന്നോട്ട് പോയാൽ അതിൻ്റേതായിട്ടുള്ള വീഴ്ചകൾ നമുക്ക് വരും. അത് ഒഴിവാക്കി മുന്നോട്ട് പോകണം എങ്കിൽ നമ്മൾ പ്രാർത്ഥന, സമർപ്പണം, ഉപചാരം ഇത് ചെയ്യണം. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ, നിസ്സാര കാര്യങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ വേണ്ടപ്പെട്ട വളരെ റിലേറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പായി. ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, ബ്ലോക്കാകും, മെസ്സേജിന് പോലും മറുപടിയില്ല. അപ്പം ഇത് കാരണം നമ്മളുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളെല്ലാം ആകെ മന്ദഗതിയിലാണ്. നമ്മളാകെ ഒരു റിസർവ് മൈൻഡിലേക്ക് പോകും, ഒന്നിന് താല്പര്യമില്ലാത്ത. ഇത് നമ്മുടേതല്ല, ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, നുണയും പാരവിപ്പും കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബന്ധങ്ങൾ അറ്റുപോയത്, നിന്നുപോയത്. പക്ഷെ അത് തിരിച്ചു വരാനുള്ള സാവകാശം വേണ്ടി വരും. അവിടെ നമ്മൾ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പഠനത്തെയോ നമ്മുടെ തൊഴിൽ മേഖലയോ നമുക്ക് നെഗറ്റീവായിട്ട് വരാതെ നമ്മളത് മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യം. ഇതിന് മരതകം, അതായത് എമറാൾഡ്, അത് ധരിക്കുന്നത് ഉചിത. ശിവഭഗവാനിൽ സമർപ്പിച്ച് ശുദ്ധി ചെയ്ത് മോതിരമായിട്ടോ മാലയായിട്ടോ ധരിക്കുന്നത് വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ബലം കിട്ടും, മനസ്സിനും ശരീരത്തിനും എനർജി കിട്ടും. വിവാഹ സംബന്ധമായിട്ടുള്ള പല പ്രപ്പോസലുകളും വരുന്നു, അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ചില കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഒത്ത് കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട് എല്ലാം വന്നതുപോലും അവസാന നിമിഷം എന്തെങ്കിലും ചെറിയ കാരണം തെറ്റിപ്പോവും. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ചൊവ്വാഴ്ച മംഗല്യദീപം ചെയ്യുക. നാരങ്ങ വിളക്ക് കത്തിക്കുക, ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് തോടിൽ തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിക്കുക. 2 പ്രപ്പോസൽ ശരിയായിട്ടുള്ള രീതിയിലുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് വരാനും അതിലൊന്ന് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആകാനും ദൈവാധീനം കാണുന്നുണ്ട്. ലക്ഷ്മി സ്വയംവര ചക്രത്തിൽ മംഗല്യദീപം തെളിയിക്കുക. തടസ്സങ്ങൾ മാറി വിവാഹയോഗം അനുകൂലമാണ്. ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നിരാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഗൃഹാന്തരീക്ഷത്തിൽ ചില പ്രശ്നങ്ങളിൽ അപവാദങ്ങൾ, തെറ്റിദ്ധാരണകൾ ഇതൊക്കെ ഉണ്ടായിട്ട് വളരെ വഷളാവുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഗൃഹത്തിനകത്ത് അറ്റാച്ച്മെൻറ്റ്, ചേർത്ത് പിടിക്കുന്ന, കൂട്ടുപിടിക്കുന്ന, മനസ്സിനെ ഏകീകരിക്കുന്ന ഒരു സ്നേഹം, വിശ്വാസം, ആത്മാർത്ഥത പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വഷളായി പോയി. അങ്ങനെയുള്ള വീട്ടിൽ ഐക്യമത്യ സൂക്ത ഹോമം ചെയ്യാം. കാരണം നിസ്സാരം ചെറിയ കാര്യങ്ങളായിരിക്കാം
ഇന്നത്തെ മൊബൈൽ യുഗത്തിൽ മൊബൈൽ ഫോണ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ചില കാര്യങ്ങൾ അതിര് വിട്ടിട്ടുള്ള തെറ്റിദ്ധാരണയിലേക്ക് കാര്യകാരണങ്ങളാകാം. അതിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് സത്യം എന്തെന്ന് അറിയുമ്പോഴത്തേക്ക് വളരെ വൈകിപ്പോവും. ഇവിടെ എടുത്തു ചാടി നമ്മൾ തീരുമാനമോ സംസാരമോ വരാനോ ഇറങ്ങിപ്പോകാനോ പാടില്ല എന്നുള്ളതാണ് രത്നച്ചുരുക്കം. കാരണം നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവി വിഷയമാകരുത്. ഐക്യമത്യ സൂക്ത ഹോമം ഗൃഹത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്യുക. 8 വ്യാഴാഴ്ച വിഘ്നേശ്വര ഭഗവാന് കറുകമാല ചാർത്തി 8ാമത്തെ വ്യാഴാഴ്ച കൂട്ട് ഗണപതി ഹോമം അല്ലെങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭഗവാന് ചെയ്യുക. ഈ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ശാശ്വത പരിഹാരം നമുക്കുണ്ടാക്കി നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉറക്കത്തിലൊക്കെ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകും. കാരണം ഇത് കാരണം ഭക്ഷണം തന്നെ വേണ്ടായിക, ഉറക്കം തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ടാകും. നമ്മളായിട്ട് വരുത്തി വെച്ചിട്ടുള്ളതാണ്. നമ്മളായിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ടതും ആവശ്യം നമ്മളത് മാത്രം തന്നെയാണ്. ചിത്തിരത്തര, ചോതി, വിശാത്തി, മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായ മേഖലയിൽ, അതായത് ബിസിനസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ഷെയർ മാർക്കറ്റിൽ കൺസൾട്ടേഷനായിട്ടോ ബിസിനസ്സായിട്ടോ ഏത് തരത്തിലായിരുന്നാലും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണിപ്പോൾ. ഷെയറിൽ, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. ഒരു വസ്തു സംബന്ധമായിട്ടുള്ള കാര്യം ഇടപാട് നടന്നെങ്കിൽ അതുമൂലം നമുക്ക് കാര്യങ്ങൾ കുറച്ച് മെച്ചവും സഹായവും ഉണ്ടാകും, ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ വസ്തു ഇടപാട് നടക്കുന്നതിന് തടസ്സങ്ങളുള്ളത് മാറി ന്യായമായിട്ടുള്ള രീതിയിൽ നടക്കാനും അതുകൊണ്ടുള്ള നേട്ടം നമുക്ക് അനുകൂലമാക്കിയെടുക്കാനും പറ്റും. ഇവിടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രീസൂക്ത മുദ്ര അത് ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് നമ്മുടെ പേഴ്സിലോ വാഹനത്തിലോ ഡാഷിലോ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സാമീപ്യം ഉണ്ടായിരിക്കും. ശ്രീസൂക്ത മുദ്ര തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. അതോടൊപ്പം ത്രിഭൂക്ഷണ സമർപ്പണം ചെയ്ത് ഉപചാരക്രിയയും നടത്തുന്നത് നല്ലതാണ്. ശിവഭഗവാന് 3 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്യുന്നതും ദൈവാധീനം നേടിയെടുക്കുന്നതിന്, മുന്നോട്ട് പോകുന്നതിന്, എനർജി ക്രിയേറ്റ് ചെയ്യുന്നതിന്. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യങ്ങളും യോജിച്ച് പോകുന്ന നല്ലൊരു പൊരുത്തം ഉള്ള ബന്ധം നല്ലൊരു മേഖലയിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന് വരാനുള്ള യോഗം കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിന് താമസിച്ചിരിക്കുന്ന IVF വരെ ചെയ്തിട്ട് ഫലപ്രദമാകാതെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായിട്ട് ജീവിതത്തിൽ സ്വന്തം എന്ന പദത്തിൻ്റെ അർത്ഥം മക്കൾ തന്നെയാണ്. എൻ്റേത്, നമ്മുടേത് എന്ന് പറയാം. അത് 2 ഫാമിലിയുടെയും കൂടെ സ്വപ്നമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നതിന് ഭാഗ്യസൂക്ത ഉപചാര സമർപ്പണം നടത്തും. 7 വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തി, 2 പേരുടെ പേരിലും അർച്ചന നടത്തി 7ാമത്തെ വെള്ളിയാഴ്ച കടും പായസ നിവേദ്യം ഭഗവതിക്ക് സമർപ്പിച്ച് സംവാദം, നെയ്യ്, ബ്രഹ്മീഘൃതം അത് ജപിച്ച് 11 ദിവസം വ്രതശുദ്ധിയോടുകൂടി കഴിക്കും. സന്താനഭാഗ്യയോഗം അനുകൂലമാകും, യാതൊരു സംശയമില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചോളം അരിയർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് യാഥാർത്ഥ്യം. അത് പരിഹരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള കരുതൽ വേണം, ജാഗ്രത വേണം. അതോടൊപ്പം തൊഴിൽ മേഖലയിലെ ചില കഷ്ടനഷ്ടങ്ങൾ, ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ, മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു ശ്രദ്ധ, നമ്മുടേതായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായി പറ്റും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ പ്രധാന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കാലഹോര ഗണന നോക്കിപ്പോയി കഴിഞ്ഞാൽ
ലക്ഷ്യപ്രാപ്തിയിലും വിജയപ്രാപ്തിയിലേക്കും എത്താൻ സഹായകരമാണ്. സാമ്പത്തിക കാര്യത്തിൽ ചില വീട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വീണ്ടും പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വന്നുകൂടായികയില്ല. സ്വർണം പണയത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയും താല്പര്യവും നമ്മൾ കാണിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബ വസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ മുൻകൈ എടുത്ത് ഇറങ്ങിയേ പറ്റൂ. വീട്ടുവീഴ്ചയും വേണം, പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ കോടതി, പോലീസ് സ്റ്റേഷൻ, വ്യവഹാര കാര്യങ്ങളിലേക്ക് നിൽക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അനുകൂല അന്തരീക്ഷത്തിൽ പുറത്തു വെച്ചൊരു സെറ്റിൽമെൻറ്റിലേക്ക് ശ്രമിക്കുന്നത്, നമ്മളതിന് മുൻകൈ എടുക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ വ്യവഹാര കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും. അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് കൂടുതൽ പ്രശ്നമായി വരികയുള്ളൂ. ധനരാശിക്കാരെ സംബന്ധിച്ചോളം വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ചില വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ നമ്മളെയും ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രസ്ഥാനം, പൊളിറ്റിക്സ് അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഇത് വളരെ നല്ല ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കസേര തന്നെ തെറിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ കാര്യങ്ങളിൽ അനുകൂലിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ നമ്മളെ കൈവിട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മളോടൊപ്പം ഒരു എനർജി ആയിട്ട് നമ്മൾ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ട്. ഉത്രാടത്തി മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ഭഗവതി കടാക്ഷം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാതി ദുരിത ലക്ഷണങ്ങൾ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗാതി ദുരിത ലക്ഷണങ്ങൾക്കും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള സമയം. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം, ഫോഴ്സിൽ കയറാൻ ജോലി നേടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയം കാണുന്നുണ്ട്. ഒക്ടോബർ, നവംബർ മാസത്തോടു കൂടി അതിനുള്ള ചില ഓപ്പർച്യൂണിറ്റി നമുക്ക് അനുകൂലമായിട്ട് വരാനും അതിൽ സെലക്ട് ആവാനും മുന്നോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പല പ്രപ്പോസലുകളും നോക്കി അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, നീണ്ടു പോകുന്നു. ശരിയായിട്ടുള്ള നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനുള്ള സാധ്യത മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. എക്സാം ടൈമിൽ കോൺഫിഡൻസ് ഇല്ല, എന്നെക്കൊണ്ട് പറ്റൂ, ടെൻഷൻ, മറവി, ഈ വക പ്രശ്നങ്ങൾ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാരസ്വത അരിഷ്ടം പൂജിച്ച് സേവിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി. ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ വരയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലുള്ള കോമ്പറ്റീഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മളെ വലയ്ക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുകൂടായില്ല. ബിസിനസ്സിൽ മന്ദഗതിയിൽ പോകുന്നവരെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ തേടേണ്ട സമയം തന്നെയാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ വാസ്തുദോഷവും കൂടി പരിഹരിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. രണ്ടാമത്, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ രാശിക്ക് അനുസരിച്ചുള്ള നിറം വാഹനത്തിനുണ്ടായിരുന്നാൽ അതുകൊണ്ടും ഐശ്വര്യം നമുക്ക് ഉത്തരോത്തരം വർദ്ധിക്കുമെന്നുള്ളത്. വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ അതിൻ്റെ നിറം അത് നമ്മുടെ രാശി, വാങ്ങുന്ന ആളുടെ രാശി ആയിട്ട് യോജിച്ച് വരുന്നതാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ചില പ്രശ്നങ്ങളിൽ അതിര് തർക്കം, വഴിത്തർക്കം തുടങ്ങിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമതൊരു വ്യക്തി ഇടപെട്ട് ഇത് പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ ആ വക വലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാൻ സാധ്യത പോകും. നമ്മളും കൂടെ അതിന് മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. മൂന്നാം സ്ഥാനം ഒരു വ്യക്തിയെ കൊണ്ട് സംസാരിച്ച് കറക്റ്റ് ചെയ്യിക്കാൻ പറ്റിയ സമയമാണ്. പോരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഇവിടെ
ഭാഗ്യകടാക്ഷങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് ലോട്ടറി വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ല. ചില ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ തേടി വരാൻ സാധ്യത കാണും. അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ പെട്ട് നമ്മളോട് അകന്നു നിന്നിരുന്ന ചില വ്യക്തിബന്ധങ്ങൾ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൃഹാന്തരീക്ഷത്തിൽ ചില നിർദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനിരുന്നത് മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങളൊന്നും കൂടായില്ല. പണിയുടെ കാര്യം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാൻ, അധിക ചെലവുകൾ, പ്രതീക്ഷിക്കാത്ത ചെലവുകൾ, അതൊരു ശ്രദ്ധ, അക്കൗണ്ടബിലിറ്റി നമുക്ക് ഇനിയെങ്കിലും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയി പറ്റും. അതോടൊപ്പം വീഴ്ചകൾ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ അല്ലെങ്കിൽ വണ്ടിയെന്നോ അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതനുസരിച്ചുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. അതുപോലെ ഗൃഹത്തിൽ ഇതിന് മുമ്പുണ്ടായുള്ള അഗ്നിദോഷങ്ങൾ, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്ത് വയ്ക്കുമ്പോഴും ആ വക നെഗറ്റീവുകൾ ഇനിയും വരാതിരിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷനും കരുതലും നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിൽ ചതുർക്രിയ പരിഹാര സമർപ്പണം ചെയ്തുകൊണ്ട് അശ്വാരൂഢ കവചിത മന്ത്രം അത് കലശത്തിൽ വീട്ടിൻ്റെ നടയിലോ കന്നിരാശിയിലോ സ്ഥാപിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകും. അശ്വാരൂഢ കവചിത മന്ത്രകലശം ഈ വക ദോഷങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് വീണ്ടും വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഭഗവതി ക്ഷേത്രത്തിൽ 7 ചൊവ്വാഴ്ച രക്തപുഷ്പാഞ്ജലിക്ക് കൊടുക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. എല്ലാവർക്കും